മുസ്ലിങ്ങളല്ലാത്ത ഒരുപാട് പണിക്കാരാണ്. അപ്പൊ എന്നോട് ചോദിച്ചത് മുസ്ലിങ്ങളെ കാര്യം അവിടെ ഇരിക്കട്ടെ, കാഫിര്യങ്ങൾക്ക് അമുസ്ലിം സുഹൃത്തുക്കൾക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാൻ പറ്റൂലേ? അതിന്റെ മസല എന്താണ്? ഇസ്ലാമിന്റെ നിയമങ്ങളെല്ലാം അമുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിളംബരം ചെയ്തിട്ടുള്ള ഇബാദത്തിൽ നിന്ന് ഒരു മനുഷ്യനും പുറത്തല്ല. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കും എന്നാണ് പറഞ്ഞത്. ഓ മനുഷ്യന്മാരെ, ആ നാസ് എന്ന് പറഞ്ഞാൽ മുസ്ലിമോ അമുസ്ലിമോ എല്ലാവരും വരും. യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ജിന്നും സൃഷ്ടിക്കപ്പെട്ട ഇബാദത്തിനാണ്. അതിലെല്ലാവർക്കും ബാധകമാണ്. അതുകൊണ്ട് നിസ്കരിക്കുക, നോമ്പ് നോൽക്കുക എന്ന തേട്ടത്തിലൊക്കെ മുസ്ലിമീങ്ങളും പെട്ടിട്ടുണ്ട്. പിന്നെ നോമ്പിന് അല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് പറഞ്ഞു. അത് ശരിയാണ്. ഓ വിശ്വാസികളെ കുത്തിബ അലൈക്കുമുസ് സിയാം. കാരണം എന്താ? വിശ്വാസികൾ നോമ്പ് വെച്ചാലേ അംഗീകരിക്കുള്ളൂ. അതുകൊണ്ടാണ് അവരെ പ്രത്യേകം വിളിച്ചത്. നോമ്പോക്കാത്തത്, നിസ്കരിക്കാത്തതിന്റെ ഒക്കെ കുഴപ്പങ്ങളുടെ കാരണത്താൽ കിട്ടുന്ന അദാബിൽ കാഫിര്യങ്ങളും പെടും. കുഫ്രിയത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം കൂടിയാണ് കൂടുമ്പോഴാണ്. വിശ്വാസപരമായി അവർ കാഫിര്യങ്ങളാണ്. പക്ഷേ ഇസ്ലാമിന്റെ നിയമങ്ങളിൽ നിന്ന് മാറി നിന്നുള്ള ഒരു കുഴപ്പം അവർക്ക് വേറെ ഉണ്ട്. അത് ശരിയാവണമെങ്കിൽ ഇസ്ലാമിൽ മെമ്പർഷിപ്പ് എടുക്കുന്നുള്ളത് ശരിയാണ്. അപ്പോ നോമ്പിന് ബാധ്യതയുള്ള ആളുകൾക്കാണ് നമ്മൾ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. ആ നിലയിൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, റമദാനിൽ പകൽ സമയത്ത് മുസ്ലിമീങ്ങൾ അമുസ്ലിമീങ്ങൾക്ക് ഭക്ഷണം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് കഠിനമായ തെറ്റാണ്. പണിക്കാരും വേണ്ടില്ല, ആരാലും വേണ്ടില്ല. രോഗികളാണെങ്കിൽ തലക്കടില്ല. രോഗികൾക്ക് നോമ്പ് നിർബന്ധമില്ല. ഭാര്യമാർക്ക് മെൻസസ് പീരീഡിൽ നോമ്പ് നിർബന്ധമില്ല. അവർക്കിപ്പോ നമ്മള് എന്തെങ്കിലും ഒരു കഞ്ഞി ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, അല്ലെങ്കിൽ വല്യപ്പത്ത് അളർന്ന് കിടക്കാൻ നീച്ചടക്കാൻ വയ്യ. അപ്പോ നമ്മൾ വല്യപ്പാക്ക് ഭക്ഷണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത്, അത് തെറ്റുള്ള കാര്യമില്ല. കാരണം രോഗിയാണെങ്കിൽ നോമ്പ് നിർബന്ധമല്ല. അപ്പൊ നോമ്പ് നിർബന്ധമല്ലാത്തൊരു വിഭാഗത്തിനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നേരെ മറിച്ച് അമുസ്ലിം എന്ന നിലയിൽ മാറ്റി നിർത്താൻ പറ്റൂല. അവർ ഇസ്ലാമിലേക്ക് കടന്നാലേ നോമ്പ് സഹിയാവോ, സ്വീകരിക്കപ്പെടും എന്നത് മറ്റൊരു കാര്യം. നമ്മളായിട്ട് അവർക്ക് ഭക്ഷണത്തിന് സൗകര്യം ചെയ്ത് കൊടുക്കാൻ പാടില്ല. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് മനസ്സിലാകുന്നത് ഹറാമാണ്. അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രമിക്കണം. നമ്മൾ അവർക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാൻ പാടില്ല. അതൊക്കെ നോമ്പിന്റെ ഹുർമത്തിന് എതിരുള്ള കാര്യങ്ങളാണ്. നോമ്പിന്റെ ആ മഹത്വത്തെ ഹനിക്കലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ സലാമത്താക്കി തരട്ടെ. മറ്റൊരു സംശയം, കണ്ണിന് മരുന്നിറ്റിക്കാൻ പറ്റുമോ? നോമ്പ് കാലത്ത് പകൽ കണ്ണിൽ മരുന്നിറ്റിക്കേണ്ട ആളുകൾ ഉണ്ടാവുമല്ലോ. കാഴ്ച കുറവുള്ള ആളുകൾ, തിമിരം ബാധിച്ച ആളുകൾ, അല്ലെങ്കിൽ ചെങ്കണ്ണ് ബാധിച്ച ആളുകൾ, അവർക്ക് കണ്ണിൽ മരുന്നിറ്റിക്കലുണ്ട്. അതിന്റെ മസലാണ്. കണ്ണിൽ മരുന്നിറ്റിച്ചുകൊണ്ട് നോമ്പ് കുറയില്ല. ആ മരുന്നിന്റെ അംശം തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ട് അതിന്റെ ചൊയ വന്നാലും കുറയില്ല. കണ്ണിൽ മരുന്നിറ്റിച്ചിട്ട് നക്കി തിന്ന് കുടിക്കണം എന്നല്ലേ പറയുന്ന അർത്ഥം. കണ്ണിൽ ഒരാൾ മരുന്നിറ്റിച്ചു, അതിന്റെ ആ ചൊയ തൊണ്ടയിലേക്ക് ഇറങ്ങിയാലും നോമ്പ് മുറിയില്ല എന്നതാണ് മസല. അവിടുന്ന് മറ്റൊരു കാര്യം മനസ്സിലായി. എന്ത്? ഇന്നലെ ഞാൻ പറയുന്നു, ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞേ. ഇന്നെ സ്വീപ്പുണ്ടാക്കരുത്, മുറിയില്ല എന്ന തീരുമാനം ആദ്യം ലാസ്റ്റ് നമ്മള്. അപ്പൊ അത് ശരിയാന്ന് മനസ്സിലായി, മുറിയില്ല എന്നുള്ളത്. കാരണം എന്താ? കണ്ണിന് മരുന്നിച്ചിട്ട് തൊണ്ടയിലേക്ക് ഇറങ്ങിയിട്ട് നോമ്പ് മുറിയില്ലെങ്കിൽ ഇഞ്ചക്ഷൻ അടിച്ച ഏതായാലും മുറിയില്ലല്ലോ. പിന്നെ ഞാൻ പറഞ്ഞത്, നരമ്പിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ഷൻ പോയിട്ട് ഉണ്ടെങ്കിൽ നോമ്പ് മുറിയുന്ന ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. അതിലെന്തോ ഒരു കഥ ഉണ്ടോന്ന് എനിക്കും തോന്നുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനർത്ഥം മസാല തെറ്റാണെന്നല്ല. കാരണം നമുക്ക് അങ്ങനെ തോന്നിപ്പോ, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് എത്തിയിട്ട് നമ്മളിങ്ങനെ അത്താഴം കഴിച്ചിട്ട് സുബൈന്റെ ശേഷം പോയിട്ട് ഗ്ലൂക്കോസ് എത്തിയിട്ട് ഇങ്ങനെ കിടക്കാം, ഒരു ക്ഷീണം അറിയില്ല. 30 ദിവസം നോമ്പ് എല്ലാ റാത്താണ്. വേറെ ചൂടുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസ് ഇങ്ങനെ കയറല്ലേ. അപ്പൊ അത് ആ കാര്യം ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നരമ്പിന്റെ ഉള്ളിൽ ഇഞ്ചക്ഷൻ അടിച്ചാൽ മുറിയിലാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞതിനൊരു ഒരു കഴിവുണ്ടോന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിപ്പോണ്ടെന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ അടിച്ചാൽ നോമ്പ് മുറിയുന്നല്ല അതിന്റെ അർത്ഥം, മുറിയിലാന്ന് തന്നെയാണ്. പിന്നെ എന്റെ വിരാന്തിന് അങ്ങനെ തോന്നിയാണ് അതിന്റെ അർത്ഥം, അത്രേ ഉള്ളൂ. ആ അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാർ മഹാന്മാരാണ്. അല്ലാഹു തആല അവരെ മരിച്ച ആളുകൾക്ക് ദർജ കൊടുത്ത് കൊടുക്കട്ടെ. പിന്നെ ആ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചായിട്ട് ഓർമ്മ. പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഇൻഷാ അല്ലാഹ് ഞാൻ പറയാം. ഇതിപ്പോ വിശുദ്ധമായ റമദാൻ ഓരോന്നും നമ്മളിൽ നിന്ന് ഇവിടെ പറയുക. ഇവിടെ റമദാൻ എന്ന ഉമ്മത്ത് മുഹമ്മദിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു വരദാനം. എന്തിനത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളെ
അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങളെ കൊണ്ട് മറ്റു ഉമ്മത്തിൽ നിന്ന് പ്രത്യേകമാക്കി. അവസാനത്തെ ഉമ്മത്തായി നമ്മൾ മാറ്റി എന്നുള്ളത് ഒരു വലിയ നിയമത്താണ്. മനസ്സിലായോ? അവസാനത്തെ ആളുകളാക്കി എന്നുള്ളത് എന്താണ്? ഒരു നിയമത്താണ്. കാരണം എന്താ? അവസാനം വന്ന ആളുകളായതുകൊണ്ട് മരിച്ചിട്ട് ഖബർ പോയാൽ ഇനി ഖിയാമത്ത് നാൾ വരെ എത്രയും കാലം കിടന്നാൽ മതിയല്ലോ. ആദം നബിയുടെ കാലത്ത് തന്നെ നമ്മൾ വന്നെങ്കിൽ അന്ന് മരിച്ചാൽ എത്ര കാലം ഖബർ കിടക്കണം? മനസ്സിലായില്ലേ? അവസാനം വന്നുകൊണ്ട് കുറച്ചു കാലം കിടന്നാൽ മതി. കാരണം ഈ അവസാനം മുതൽ ഖിയാമത്ത് നാൾ വരെയുള്ള കാലം ഖബറിനടി കിടന്നാൽ മതി. അപ്പൊ ഒരു വലിയ നിയമത്താണ്. മാത്രല്ല അവസാനം വന്ന നമ്മളെ ആയുസ് അങ്ങോട്ട് ചുരുക്കി തന്നു, അത് നിയമത്താണ്. നമുക്കിപ്പോ 1000 കൊല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിപ്പോ അറിയാം, ഈ 10-60 കൊല്ലം തന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ വാലും പരിപാടിയും ഈ തർബീയത്തും ക്ലാസും ഒക്കെ ഉണ്ടായിട്ട് നമ്മൾ ചെയ്തു കൊടുത്തിട്ട് നമുക്കറിയാം. 60 കൊല്ലാണ് അതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വരും, ക്യാൻസർ വരും, മരണം, സ്വർഗം, ഖബർ, നാനാഭാഗത്തും വേള്. ഇതിന്റെ ഒക്കെ ഇടയിൽ ജീവിച്ചിട്ട് നമ്മൾ ഒപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഈ നമുക്കിപ്പോ 1000 കൊല്ലം നീണ്ടു കിട്ടിയാൽ ഇപ്പൊ ചെയ്യുന്ന തെറ്റുകളൊക്കെ 1000 കൊല്ലം നീണ്ടു ചെയ്യുന്നല്ലാതെ വേറെ കണ്ടാല് അപ്പൊ അത്രയും തെറ്റുകൾ കുന്നുകൂടും. അപ്പൊ അല്ലാഹു തആല ആയുസ് കുറച്ചത് അനിയമത്താണ്. എന്നാലോ ആ 1000 കൊല്ലം ആളുകൾ ചെയ്യുന്ന ഇബാദത്ത് ഈ 60 കൊല്ലം കൊണ്ട് നമുക്ക് മറികടക്കാൻ പറ്റും. അതാണ് മർമ്മം. ആ 1000 കൊല്ലം ആളുകൾ ചെയ്യുന്ന ഇബാദത്ത് ഈ 60 കൊല്ലം കൊണ്ട് ഏതുപോലെ ഫുലൂസും ദിർഹമും തമ്മിലുള്ള വ്യത്യാസം, ഫുലൂസും റിയാലും തമ്മിലുള്ള വ്യത്യാസം, ഫുലൂസും ഡോളറും തമ്മിലുള്ള വ്യത്യാസം. നാളെ ഒരു മാലിമിനോട് പറഞ്ഞ് ഞാൻ അബുദാബി പോകണമെങ്കിൽ പ്രത്യേകം ദ്വാരക്കണം എന്ന്. ഞാൻ ചോദിച്ചു ഇവിടെ എത്ര നിങ്ങൾക്ക് ശമ്പളം എന്ന് വെച്ചു. ഇവിടെ 12,000 രൂപ ഉണ്ട്. അബുദാബിയിൽ എത്ര കിട്ടുന്ന വെച്ച് 900 രൂപ ഉണ്ട്. 12,000 രൂപ ആക്കിയിട്ട് ഒരാൾ 900 രൂപ പോകും. എന്തെങ്കിലെല്ലാരും കൂടി എന്നെ കുറിച്ച് നോക്കുന്നു. 12,000 രൂപയുടെ ശമ്പളം ഒഴിവാക്കിയിട്ട് 9,000 രൂപയല്ല 900 തന്നെ മനസ്സിലായിട്ടില്ല. മുമ്പ് നമ്മൾ പറയലുണ്ട് അല്ലേ? അപ്പൊ 900-ന് പോവാം. കാരണം എന്താ? ഫുലൂസും ദിർഹമുകൾ വ്യത്യാസങ്ങളാണ്. അത് നൂഹ് നബി ഇസ്ലാമിന്റെ കാലത്ത് ആയുസ് ഫുലൂസാണ്, നമ്മൾ ആയുസ് ദിർഹമാണ്. അത് അല്ലാഹ് മൂല്യം കൂട്ടി, വണ്ണം കൂട്ടി, എണ്ണം കുറച്ചു. വലിയൊരു നിയമത്താണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാണേ. അല്ല, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഇപ്പൊ ഈ നോമ്പ് കാലത്ത് ഒരു ഹെഷ നമ്മൾ സ്കെച്ചാൽ 70 ഹെഷ സ്കെച്ച് കൂടി. അത് ഈ ജമാഅത്തോട് കൂടിയാണെങ്കിൽ 70 ഗുണിക്കല് 27 കിട്ടുന്ന രൂപ നോക്കുകയാണെങ്കിൽ 70 ഗുണിക്കണം. സ്വയം എത്രയെന്നറിയോ? പേടിക്കണ്ട, നാളെ ജമാഅത്തിന് നേരാക്കണ്ട വെച്ചിട്ട് ഞാൻ വെറുതെ ചോദിച്ചു നോക്കാം. 70 ഗുണിക്ക ഈ 27 പോട്ടെ. റമദാനിൽ ഒരു ഫർള് അനുഷ്ഠിച്ചാൽ 70 ഫർള് അനുഷ്ഠിച്ചതിന്റെ കൂലി. നിങ്ങൾ ചിന്തിച്ചോ, 5 വക്ത് നിസ്കാരം ഫർളാണല്ലോ, അതിന് 70 കുടിച്ചാൽ 350 അല്ലേ വരിക? എല്ലാരും കൂടി ആന്ന് പറഞ്ഞാല് എന്റെ സ്വഭാവക്കാരാണ്, ചിലപ്പോൾ ഞാൻ തെറ്റിച്ച് പറഞ്ഞു. എല്ലാരും കൂടി ഞാൻ പറയുമ്പോ കാന്ന് ജാമാക്കണ്ട, ഞാൻ തെറ്റിച്ച് പറഞ്ഞു. 70 ഗുണം 5 സമം 350 അല്ലേ? അല്ലേ? ഉറപ്പല്ല? നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു? 550 250, പിന്നെ ഒരു 5 20 100 350. അങ്ങനെ ഞാൻ കണക്കൂട്ട 350 അല്ലെ? കുറച്ചില്ലേ? ഒരു ദിവസം 350 ഫർള് കേസ് കൂലിയാണ് കിട്ടും. അതുകൊണ്ട് 30 കൊണ്ടൊന്നാണ് കുടിച്ചു നോക്കാൻ 1500. കുറച്ചോനെ എന്റെ അത്രയും പഠിച്ചിരിക്കുന്നത് നിങ്ങൾ കണക്കൂട്ടാണല്ലോ. അല്ല, 1500 അല്ലേ വരിക? നിങ്ങൾ ചിരിച്ചാൽ സംഗതി ശരിയാവില്ല. ഏതൊരു സ്ഥലത്തേക്ക് വെപ്പ് വെക്കണം, നമുക്ക് ഒരു വകുപ്പിൽ എത്തിച്ചിട്ട് പോകാൻ ആകെ കൊള്ളാറുണ്ട്. ഈ കണക്ക് തന്നെ ഭയങ്കര പ്രയാസം. കുട്ടികൾ പലതിപ്പോ തോറ്റില് കണക്കില്ല. SSL രണ്ടാമത്തെ കുറിച്ച് കേസിലാണ് കണക്കങ്ങനെ. 350-നെ നിങ്ങളൊന്ന് 30 കൊണ്ട് കുടിച്ചു നോക്കാൻ 1500 അല്ലേ വരിക? അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഈ റമദാനിൽ 30 ദിവസം ഫർള് സ്കെച്ചിന്റെ വകയിൽ 10,500 അതിന് ജമാഅത്തിൽ പങ്കെടുത്ത ആൾക്കാർ 27 ഉണ്ടെന്ന് കുടിച്ചു നോക്കാൻ. നൂഹ് നബിന്റെ അവിടേക്കാണ് എത്തിച്ചേരാൻ അല്ലല്ലേ? ഇപ്പൊ കുണിച്ച് നിങ്ങൾ പറയണ്ട, കുണിച്ച് മനസ്സിൽ വെച്ചില്ലേ എമ്പാടോ മതി. അങ്ങനെയാണ് ചവിട്ടി പിടിച്ചു നോക്കാൻ. ഇത് ഏറ്റവും ചുരുങ്ങിയത് അള്ളാന്റെ അടുത്ത് അങ്ങനെ കണക്കൂട്ടിയാൽ കൊടുത്തമിടും. 1-ന് 10.
അത് ചുരുങ്ങിയത്. അവിടുന്ന് 70 ആവും 700 ആവും. അങ്ങനെ 700 ഗുണം 1500 കൂട്ടിയാല് നമ്മൾ പറയും പടച്ചോനെ ഈ ഉമ്മത്ത് പറഞ്ഞത് മഹാഭാഗ്യാണ്. അതുകൊണ്ട് ഒരു അമൽ ഇന്ന് എല്ലാവരും ചെയ്യാം. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഓരോ ഒരു അമൽ മതി. 3-4 മസരി ഒരു അമൽ. ഇത് നമ്മളിങ്ങനെ ഫർദും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോഴാണ്. പക്ഷെ ജമാഅത്തിൽ കാർക്കശ്യ നിലപാട് സ്വീകരിച്ച ആളുകൾക്ക് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ സല്ലാ മഅൽ ഇമാം, ആരെങ്കിലും ഇമാമിനോട് കൂടെ നിസ്കരിച്ചാൽ ഹത്താ യൻസരിഫൽ ഇമാം, എന്നിട്ട് ഇമാം അവന്റെ സ്ഥലത്തിൽ നിന്നും പിരിയുന്നത് വരെ ഇമാമിന്റെ പിന്നിൽ നിന്നാൽ അത് രാത്രിയിൽ സുബിഹിയോളം തഹജ്ജുദ് നിസ്കരിച്ചതിന്റെ പ്രതിഫലമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ജമാഅത്തിന് ഓടി വരുന്ന ആളുകൾ എല്ലാവരും ഇത് നോട്ടിക്കൂടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആരെങ്കിലും ഒരു ഇമാമിന്റെ ബാക്കിലായിട്ട് നിസ്കരിച്ചാൽ, ഒറ്റക്ക് നിസ്കരിച്ചാലല്ല, ഒരു ഇമാമിന്റെ ബാക്കിലായി നിസ്കരിച്ചാൽ എന്നാണ് ജമാഅത്തിൽ പങ്കെടുത്താൽ, എന്നിട്ട് ഇമാമ് പിന്തിരിനെ വരെ അവിടെ ഇരുന്നാൽ, അല്ലാതെ സലാമിന്റെ വീട്ടിൽ ചില ആൾക്കാരുണ്ട് ചാക്കുന്ന പൂച്ച ചാടുന്ന മാതിരി മനുഷ്യന്മാരെ തോളക്കാർ കണ്ടാ തോന്നുന്നു ചൂടുള്ള പാറമെന്ന് പോകണോ, ബാക്കിൽ ചൂട് പിടിച്ചോ അങ്ങനെയുണ്ടല്ലോ, ഇരുന്നാ ചൂട് പിടിച്ചാൽ ഒരു ചാട്ടം എന്നാ മാതിരിയാണ്. സലാമിന്റെ വീട്ടാളല്ല, പ്രായമുള്ള മനുഷ്യന്മാരുണ്ടാവും തൊട്ടടുത്ത്, തോളൊക്കെ ചാടി കയറി വലിയ കുമ്പുള്ള ആൾക്കാർ ഓടണം. അങ്ങനത്തോരല്ല, ഇമാമിന്റെ പരിപാടി കഴിയുന്നവരെ അവിടെ ഇരുന്നാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മഹാന്മാരായ ഇമാമികളുടെ ചരിത്രം പരിശോധിച്ചാൽ ഹാത്തിമുൽ അസ്മർ റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അവരൊരിക്കലും ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളൂ, ഇരുന്നങ്ങട്ട് കരയാൻ തുടങ്ങി, പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പൊ പിന്നെ അവരെ സ്നേഹിതന്മാരൊക്കെ കൂടി പോയിട്ടാണ്, പിന്നെ നമ്മൾ കുട്ടികൾ മരിച്ചാൽ താഴ്ചയത്തിന് പോലെ എന്ന പോലെ ജമാഅത്ത് നഷ്ടപ്പെട്ട ആൾ പോയി കണ്ടിട്ട് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ കയറി പരിക്കും. ഒരാൾ എന്ത് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ട് ഇവിടെ കരയാണ്, എല്ലാരും കൂടി സമാനിപ്പിക്കാം, എന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണ മനുഷ്യനെ സാരില്ല കേട്ടോ, അത് അസർ ജമാഅത്തിന് പങ്കെടുത്തിട്ടാണ് തോന്നിയത് ശരിയാവുന്നത്. പിന്നെ ഇപ്പൊ രാത്രിയൊക്കെ നിന്ന് സ്കെച്ചാൽ കുട്ടിനെ മുതലാക്കാമല്ലോ, നാളിന്റെ അസർ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് മൊത്തം മനുഷ്യൻ മതിയാണ്. അപ്പൊ നാട്ടുകാരൊക്കെ കൂടി താഴ്ചയത്തിന് വേണ്ടി പോവാ. കാരണം വലിയ മുസീബത്താണ്. ഓല ഭാഷയില് ഒരു കുട്ടി മരിച്ചാൽ അത്ര വലിയ മുസീബത്തല്ല, ഇത് നിസ്കാരത്തിന്റെ ജമാഅത്താണ് പോവാണ്, വലിയ മുസീബത്താണ്. അപ്പൊ എല്ലാവരും കൂടി പോവാ. അതുകൊണ്ടാണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം, സ്വഹാബാക്കളുടെ ചരിത്രത്തിൽ കാണാം. അവര് പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നോക്കും, എന്നിട്ട് പള്ളിയിൽ ജമാഅത്തിന് വരാത്ത ആൾക്കാരെ പരിക്കൂല, ജമാഅത്തിന് പങ്കെടുത്ത ആൾക്കാർ ജമാഅത്തിന് പങ്കെടുക്കാത്ത മനുഷ്യന്മാരെ പരിക്കോ. എന്റെ മരിച്ചിട്ടുണ്ടാവും, അതാണ് മരിച്ചിട്ടില്ല ഇങ്ങ ഇവിടെ എത്തുന്നത്. ഈ കണക്കിന് ഇപ്പൊ ഞാനും ശരീരം കൂടി സുബൈ ഞാൻ കറകത്തിൽ ഇറങ്ങാൻ തുടങ്ങിയാല് ഞങ്ങൾ ചിലപ്പോ അവിടുന്ന് മയ്യത്ത് കൊടുക്കേണ്ടി വരും. തടിയും വണ്ണം മസിൽ പവറുള്ള മനുഷ്യന്മാരെയാണ് കടപ്പുറത്ത് തരണ്ടി വെച്ച കാര്യം ഇങ്ങനെ കിടന്നിട്ട് കേരളിപ്പിച്ചിട്ട് അതിന് അത്താക്കിന് നല്ലോണം തമ്മാക്കിയിട്ടുണ്ടാവേ, ശ്വാസം കണ്ട് വരില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്നിട്ട് ചിലപ്പം കാണാൻ സുബൈയും കഥാക്കിയിട്ട് നീക്കണേ, എന്ത് നോമ്പ്, നിസ്കാരം കഥാക്കണം, എന്ത് നോമ്പാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു കാര്യം എല്ലാവരും തന്നെ തീരുമാനിച്ചു വെക്കാണി, നിങ്ങളെല്ലാവരും കൂടി പള്ളിയിൽ വരണം എന്നുള്ള നിർബന്ധം ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ യാത്രക്കാരുണ്ടാവും, സാംസ്കാരിക പ്രവർത്തകന്മാരുണ്ടാവും, സ്കൂൾ അധ്യാപകന്മാരുണ്ടാവും, മറ്റ് ശൂലുള്ളവരുണ്ടാവും. അപ്പൊ നിങ്ങൾ ജമാഅത്തായിട്ടാണ് നിസ്കരിച്ചോളി. നിങ്ങൾ എന്റെ ജമാഅത്ത് പോലില്ല, ഞാൻ എന്റെ കൂടെ കുട്ടികളുണ്ടാവും. നമ്മൾ പള്ളിയിൽ ജമാഅത്തിന് ചിലപ്പം പങ്കെടുത്തില്ലെങ്കിൽ ഈ കുട്ടികളെ വെച്ചിട്ട് ജമാഅത്തായിട്ട് നിസ്കരിക്കും, എന്താ കുഴപ്പമുള്ളത്? ഒരു കുഴപ്പമില്ല. ദീർഘമായ ചില യാത്ര നടത്തിയാൽ ഒരുപക്ഷെ ഞാൻ കുട്ടികളൊക്കെ പറയും, നിങ്ങളെല്ലാവരും നിസ്കരിച്ചോളൂ, ഞാൻ ഒറ്റ നിസ്കരിച്ചോളാം. അതിന് കാരണം എന്താ? അതിന് വേറൊരു കാരണം ഉണ്ടാവുന്നുണ്ട്. അല്ലെങ്കിൽ എനിക്ക് ജമാഅത്തിന് ഇഷ്ടമല്ല. ഒന്നല്ലെങ്കിൽ പറയിലാന്റെ ഭാര്യനെ മഹമ്മൂത്തായിട്ട് എടുത്തിട്ട് ഞാൻ മഹമ്മൂത്ത് നിസ്കരിക്കും, ജമാഅത്തിന് ഇഷ്ടമല്ല. പരമാവധി ശ്രമിക്കും. നമുക്ക് പള്ളിയിൽ നിസ്കരിക്കാൻ പറ്റില്ലാന്ന് കൂട്ടാം. ഇത് നിങ്ങള് ഒരു എളുപ്പമായി സ്വീകരിച്ചിട്ട് ചുവട് പിടിച്ചിട്ട് ഇതൊരു കാരണമാക്കിയിട്ടാണ് മുല്ലർ അങ്ങനെ പറയുന്നത്. പള്ളിയിൽ വരെ നിർത്തരുത്. മസ്ജിദ് മുഹമ്മദ് മുസ്തഫ. കണ്ണിന് കാഴ്ച കുറവുള്ള, ഒരു അഭിപ്രായത്തിൽ കാഴ്ച ഇല്ലാത്ത ഒരു സഹാബി എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നബിയെ എന്റെ ഭരണടിയിൽ നിന്ന് മദീന പള്ളിയിൽ കുറച്ച് ദൂരമുണ്ട്, മാത്രമല്ല അതിന്റെ അടിയിൽ കുറെ പുലിമൃഗങ്ങളുണ്ട്,
വിഷപ്പാമ്പുകളുണ്ട്. പലപ്പോഴും മൃഗങ്ങളെ ആക്രമിക്കാൻ വരുന്നതിന് ഭീഷണിയുണ്ട്. ബാങ്ക് കൊടുത്തിട്ട് എനിക്ക് പള്ളിക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടാണ്, കാരണം എന്നെ സഹായിച്ചിട്ട് പള്ളിയിൽ എത്തിക്കുന്ന ആരുമില്ല, ഞാൻ എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിഭാഗത്തിലുള്ളത് അദ്ദേഹം പോയിട്ടില്ല എന്നാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ചോദിച്ചു, ബാങ്ക് കേൾക്കലുണ്ടോ എന്ന് ചോദിച്ചു. ആ ബാങ്ക് കേൾക്കലുണ്ട്. നിങ്ങൾക്കൊരു റുഖ്സി ഞാൻ കാണില്ല. മുഹമ്മദ് മുസ്തഫ ഇടയിൽ വിശപ്പാമുണ്ടാലും വേണ്ടില്ല, കുടിമൃഗങ്ങൾ ഉണ്ടാലും വേണ്ടില്ല, നിങ്ങൾക്ക് കണ്ണ് കാണൂലെങ്കിലും വേണ്ടില്ല, കണ്ണാണത്തങ്ങൾ അങ്ങോട്ട് എത്തിക്കാൻ ഒരാൾ ഉണ്ടായിട്ടില്ലെങ്കിലും വേണ്ടില്ല, ബാങ്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ എത്തിക്കോളെ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹിന്റെ അനുയായികളാണ്. നമ്മളെ അങ്ങാടിയിൽ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക, പള്ളിയിൽ ഇങ്ങനെ ജമാഅത്ത് എടുക്കുക. മൂലയിലേക്ക് ഇമാമിന് പൈസ കൊടുക്കണേ നിങ്ങള്, മുക്രിക്ക് പൈസ കൊടുക്കണേ നിങ്ങള്. ഈ കൊടുക്കുന്ന നിങ്ങൾ കൊടുക്കുന്ന വരിസംഖ്യക്ക് എന്താ അർത്ഥമുള്ളത്? ചെങ്ങായിനെ സ്വീപ്പാക്കുന്ന വേദന അല്ല, എന്താ അർത്ഥമായിട്ടുള്ളതെന്ന്. ഞങ്ങൾക്ക് രണ്ടാൾക്ക് അദ്ദേഹത്തിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കരുതി കൂട്ടരെ ഞാൻ പറയാൻ തുടങ്ങിയ എത്ര കാലമായി എന്റെ ശമ്പളം ഒഴിവാക്കി. നിങ്ങൾക്ക് തൽക്കാലം നിങ്ങൾ ശമ്പളം തന്നോളുന്നില്ല, ഇല്ല ഇപ്പത്തെ സ്ഥിതിയിൽ നമ്മൾ ഒഴിവാക്കി ഈ സാധനം കൂടി കൊടുത്തോളൂ. അദ്ദേഹത്തിന് ഒരു അങ്ങനെ ഉണ്ടായിക്കൊള്ളില്ല. അള്ളാഹുവിന്റെ ഇസ്സത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും അള്ളാഹ് ഇസ്സത്ത് അയച്ചത്. പക്ഷെ എന്റെ ചോദ്യം അതല്ല, എന്തിനാണ് നിങ്ങൾ ഈ പരിസംഖ്യ കൂട്ടിയിട്ട് ഞങ്ങൾക്ക് തരണമെന്നാണ്. ഹയ്യാലസ്സലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരണം. ഹയ്യാലസ്സലാന്ന് ഷരീഫ് മൂലര് പറഞ്ഞത് മേലെ ഉറങ്ങി കിടക്കണ എന്നോടാ. ഈ മൈക്ക തുറന്നിട്ട് മൂപ്പര് പറഞ്ഞത് മേലെ കിടക്കണ എന്നോടാ. അത് മൂപ്പർക്ക് വാല് മുട്ടേ ഞാൻ ഉണർവില്ല. പിന്നെ ഈ മൈക്ക് പറഞ്ഞിട്ട് പുറത്തേക്ക് വരികയെന്ന് പറയണം. ഹയ്യാലസ്സലാം എന്ന് പറഞ്ഞ നിങ്ങളോടാണ്. എന്നിട്ട് അങ്ങാടി കേട്ടിട്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ അതിനേക്കാളും മലക്കരടിയിലെ റിമാർക്ക് പിന്നെ എന്താണുള്ളത്? മാനം പോയില്ലേ? അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നാണം നേരത്തെ പോയിക്കണം, മാനം പോയില്ലേ? അതുകൊണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബാനം കണ്ട് കേട്ടാൽ പള്ളിയിൽ നിസ്കരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. അതന്നെ നമ്മളൊരു പാരമ്പര്യ രീതിയിലുള്ള പള്ളി ഉണ്ട്, അവിടെ കയറിയാൽ മതി. മനുഷ്യന്മാർ കാഫറാക്കണ പള്ളി പോകാൻ ചില ആൾക്കാർക്ക് പണിയാണ്. മഗ്‌രിബ് അങ്ങോട്ടായാൽ എല്ലാവരും കൂടി കാഫറാക്കണ സ്റ്റേജ് എത്താം. എല്ലാ ഔലിയാക്കളൊക്കെ പരിഹസിക്കും. ഇന്ന് വരെയുള്ള മുഅ്മിനീങ്ങളെ മൊത്തം മുശ്രിക്കുകളാക്കി. എന്നിട്ട് ഒരു സ്പെഷ്യൽ മുസ്ലിമീങ്ങൾ അങ്ങനത്തെ പള്ളിയിലൊന്നും കൽബിൽ ഈമാന്റെ രുചിയുള്ളവർ വരില്ല. പിന്നെ ഉണങ്ങിയ കുറെ മെച്ചന്മാരുണ്ടാവും, ഓൽക്ക് എവിടെ എത്തിയാലും സുഖിതാവും. അങ്ങനെ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അംഗീകൃത രീതിയിലുള്ള ഒരു പോക്ക് പോയാൽ മതി, അല്ലാത്തടത്തൊന്നും പോണ്ട. അത് എന്തോ ആയിക്കോട്ടെ, ഔലിയാക്കളെ തെറി വരണം, മുസ്ലിമീങ്ങളെ കാഫറാക്കുന്ന ആളുകളുമായിട്ട് നമുക്ക് സന്ധിയില്ല, അവരോട് നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ഇല്ല. മാനുഷിക പരിഗണനച്ചുകൊണ്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരെ പോലെ സ്നേഹിക്കും. പക്ഷെ ഈ തോള് കഴിച്ചിട്ട് അപകരിച്ചു തിന്നില്ലേ, ഇതൊരു പൊട്ടച്ചോടോ ഇങ്ങോട്ടും വേണ്ട, ഇത് ഓരോട് പറ്റൂല. അതുകൊണ്ട് നമ്മളെ മുസ്ലിമുകളായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മളൊന്ന് മുസ്ലിമായിട്ട് അംഗീകരിച്ചത് അതില്ല, കടുത്ത ബാധകല്ലത്. അപ്പൊ എന്നെ കുറിച്ച് ഒരാൾ വ്യഭിചാരി എന്ന് പറഞ്ഞാൽ കള്ളുടിയിൽ പറഞ്ഞാൽ എനിക്ക് സഹിക്കോ? അതിനേക്കാളും വല്ലല്ലേ ഞാൻ മുസ്ലിക്കാന്ന് പറഞ്ഞത്. പക്ഷെ മുസ്ലിക്കുന്നുള്ളതിന് മാനം എന്താന്ന് തിരിയാത്ത കുറെ ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാർ പള്ളിയിലൊക്കെ കയറുമ്പോൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഓൽക്ക് മനസ്സിലായിട്ടില്ല എന്താണ് മുശ്രിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഈ ശിർക്ക് എന്ന് മനസ്സിലായിട്ടില്ല. ഓലെ മനസ്സിലാക്കി ശിർക്ക് എന്ന് പറഞ്ഞാൽ ചൊർക്കാണ്, ചൊർക്കന്റെ ശിർക്കാണ്. എന്താണ് മനസ്സിലായിട്ടില്ല. അള്ളാഹു ശിർക്കല്ലാത്ത മൊത്തം പുറത്തരും, ശിർക്ക് പുറത്തരില്ല എന്ന ഖുർആനാ. അങ്ങനെ അള്ളാഹു പുറത്തരില്ല എന്ന് പറഞ്ഞ കാര്യം ഒരു വലിയ വിഭാഗം സ്വാലിഹീങ്ങളെ മേൽ വെച്ച് കെട്ടിയിട്ട് മുസ്ലിമീങ്ങളായി അഭിനയിച്ച് നടക്കുന്ന അഭിനയ മുസ്ലിമീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശർറിൽ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കണം, പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയിൽ എല്ലാവരും എത്തണം ജമാഅത്തിന്. അഥവാ പള്ളിയിൽ വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ ജമാഅത്ത് നടത്തുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇന്ന് പറഞ്ഞതിന്റെ ആകെ ചുരുക്കം 2-3 മസല പറഞ്ഞു. അതോടുകൂടി ഒറ്റ കാര്യം എന്ന് പറഞ്ഞിട്ടുള്ളൂ, പരമാവധി ആണുങ്ങൾ പള്ളിയിൽ ഒന്ന് നിസ്കരിക്കുക. അഥവാ പള്ളിയിൽ ഒന്നും നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ 2-ാം നമ്പർ ജമാഅത്ത് ഒഴിവാകുന്ന ഒരവസ്ഥ ഉണ്ടായത്. കാരണം 27 ഡിഗ്രി കൂടുതൽ കൂടിയിട്ടെന്നാണ്. അത് ജീവിതത്തിൽ റമദാൻ എന്നല്ല, ജീവിതത്തിൽ ഉടനീളം പാലിക്കാൻ അല്ലാഹു നമുക്ക് അവസരം നൽകട്ടെ. നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം وعلى محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل اللهم ثواب ما صلينا وهدية منا أولا إلى حبيبك المصطفى محمد إلى جميع الأنبياء والمرسلين والأصحاب والأولياء وإلى من دفنوا حوالينا وفي هذه البلدة إلى جميع المؤمنين والمؤمنات اللهم ارزقني فيه الذهن والتنبيه وأبعدني فيه من السفاهة والتنبيه واجعل لنا نصيبا من كل خير ينزل فيه على عبادك بجودك يا أرحم الراحمين أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله